എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലേന്ദ്രനും ബബിതയും കൃഷ്ണമോളും കൂടെ രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് സ്കൂളിൽ ഇങ്ങനെ പോകാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ബബിതയോടും ചോദിക്കുന്നുണ്ട്, നിനക്കും എന്താ ഇവളുടെ അത്രയും ധൈര്യമില്ലേ, നിനക്കും കോളേജിൽ പോയി തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയാണ്, ഇവൾക്ക് ധൈര്യമല്ല, തൊലിക്കട്ടിയാണ്, അവളുടെ അത്രയും തൊലിക്കട്ടി എനിക്കില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആർക്കാ തൊലിക്കട്ടി എന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് പറയട്ടെ. അപ്പോൾ ആർക്കടിയെന്ന് നോക്കും ബബിത ദേഷ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത് ചേച്ചിക്ക് തന്നെയാണ്, ചേച്ചിയുടെ അത്ര തൊലിക്കട്ടി ഇവിടെ ആർക്കും ഇല്ല എന്ന് പറഞ്ഞവർ രണ്ടും കൂടെ വഴക്കൂടുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു തർക്കം വേണ്ട, എനിക്കാണ് ഈ വീട്ടിൽ കൂടുതൽ തൊലിക്കട്ടി, കാരണം ഞാൻ നിങ്ങളെല്ലാവരെയും സഹിക്കുന്നില്ലേ എന്ന് പറയേ. അപ്പോൾ അലീന അത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ബബിത കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അടുത്ത വർഷം എങ്ങാനും നോക്കാം, അടുത്ത വർഷം കോളേജിൽ വേറെ ഏതെങ്കിലും കോളേജിൽ ചേർന്ന് പഠിക്കാമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആർക്കും നിർബന്ധമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ബബിത പറയും, ഞാൻ നിന്നോടല്ല സംസാരിച്ചത്, അച്ഛനോടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഒരു അക്കാഡമിക് ഇയർ ആണ് നഷ്ടപ്പെടുന്നത്, പഠിപ്പിന് വിലയില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ബബിത പറയുകയാണ്, സ്കൂൾ പോലെയല്ല കോളേജ്, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ നിൽക്കുകയായിരിക്കും, അവരെന്നെ ട്രോളി കൊല്ലാനേ എന്ന് പറയേ. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ എന്ന് ബാലേന്ദ്രൻ പറയും. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ, ഞാനും നിൻ്റെ കൂടെ വരുന്നുണ്ട് സ്കൂളിലേക്ക് എന്ന് പറയുമ്പോൾ, അത് വേണ്ട, അച്ഛനെ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ കൂട്ടുകാർ നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ എനിക്കും ഒന്ന് അറിയണം, അതുപോലെ തന്നെ നിൻ്റെ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ നിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയും വേണം, എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് പറയട്ടെ. അപ്പോൾ കൃഷ്ണമോൾക്കും വലിയ സന്തോഷമാവുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ എനിക്ക് ധൈര്യമായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പോകാനായിട്ട് റെഡി ആകുമ്പോൾ അലീന പറയുന്നുണ്ട്, ആരെന്ത് കമൻസ് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാൻ നിൽക്കേണ്ട, ഒരു പുഞ്ചിരി മാത്രം മതി എന്ന് പറയും കേട്ടോ. ആ പുഞ്ചിരിക്ക് ഇങ്ങനെ ഇരുതല മൂർച്ചയുള്ള വാളിൻ്റെ മുനയുടെ അത്രയും ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ യാത്ര പറഞ്ഞു പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ശരണ്യയുടെ വീടാണ് കാണിക്കുന്നത്. ശരണ്യയുടെ വീട്ടിലേക്ക് 2-3 സ്ത്രീകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഏതോ സംഘടനയോ പാർട്ടിയോ എന്താണെന്ന് അറിയില്ല, അവർ വന്നിട്ട് ശരണ്യനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് എന്ന് അതിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറയുമ്പോൾ, എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ശരണ്യയുടെ അച്ഛനും പറയേ. എന്നിട്ട് ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ ഇത്രയും പാർട്ടിയും സംഘടനയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവരും പറയുന്നുണ്ടായിരുന്നു, ഒരു പ്രശ്നം നിൽക്കുമ്പോഴാണല്ലോ വരുമ്പോഴാണല്ലോ എല്ലാവരും കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവേ. അപ്പോൾ ശരണ്യാണെങ്കിലും റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ബുക്ക് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശരണ്യയുടെ അച്ഛൻ വന്നിട്ട്, മോളെ നിന്നെ കാണാൻ ആൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശരണ്യ ബുക്കൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് എണീക്കും കേട്ടോ. അപ്പോൾ ആ സ്ത്രീ അകത്തേക്ക് കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ പഠിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയെ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് നോക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ, ഇനി പഠിക്കൊന്നും വേണ്ട എന്നാണ് കേട്ടോ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്ന സമയത്ത്, അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജോലിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, നീ അതൊന്നും കൊണ്ടുപോയി ഇങ്ങനെ തുലക്കരുത് എന്നൊക്കെയായിട്ട് പറയുന്നത്. ശരണ്യനോട് ഇനി പഠിക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്ത് ജോലിയാണെന്ന്. അപ്പോൾ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ സ്വീപ്പറായിട്ട് നിൽക്കുന്ന ആ ജോലിയാണ് മോൾക്ക് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, എൻ്റെ മോൾക്ക് മെഡിസിന് ചേർന്ന് പഠിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ, ആ കാലമൊക്കെ കഴിഞ്ഞ് പോയി, ഇവളിങ്ങനെ അതുപോലെ തന്നെ പീഡനത്തിനിരയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവളെന്നും ഇങ്ങനെ കേരളത്തിൻ്റെ കണ്ണീർ തുള്ളിയാണ് എല്ലാവരുടെയും, അതുകൊണ്ട് ആ ദുഃഖത്തിൽ അവിടെ ഇരിക്കണം, പുറത്തേക്ക് ഇറങ്ങരുത്, അതൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി പഠിക്കാനൊന്നും പോവണ്ട, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാനും ഇതിനും നല്ലൊരു വീട് വെക്കാനും വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ ഞങ്ങൾ രൂപീകരിക്കാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബക്കറ്റ് പിരിവും ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൊണ്ടുപോയി തുലക്കരുത്, നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതെല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നൊക്കെയാണ് കേട്ടോ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രതിയുടെ ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിങ്ങോട്ട് നിങ്ങളെ കാണാൻ വരുമായിരുന്നല്ലോ, നിങ്ങൾ അവളെ ഈ വീട്ടിലേക്ക് കയറ്റാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ ഇവളെ കൂട്ടി അമ്പലത്തിലേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങി, അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു, അവൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പ്രലോഭിപ്പിക്കും, അതുപോലെ തന്നെ കേസിൻ്റെ വഴി തിരിച്ചു വിടും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എൻ്റെ മോളെ ഇങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, അവൾക്ക് ധൈര്യം കൊടുത്തു, അവളെ ചിരിപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അവൾ വന്നു, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഈ വീട്ടിലേക്ക് കയറ്റിയേക്കരുത് എന്നൊക്കെയാണ് കേട്ടോ ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആ ചേച്ചീനെ ഒരുപാട് ഇഷ്ടമാണ്, ആ ചേച്ചിയാണ് എന്നെ ഇങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ചേച്ചിനോട്, അലീന ചേച്ചിനോട് ഞാൻ സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, എന്ത് സത്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പയ്യൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല,
ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ ആ ചേച്ചിനോട് തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പോൾ നീ എന്തിനാ അത് പറഞ്ഞത്, നീ ആര് സത്യവതിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്തിനാ അത് പറഞ്ഞത് ചോദിക്കുമ്പോൾ ഞാൻ സത്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ എന്ന് ശരണ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സ്ത്രീനോട്. അപ്പോഴാണ് ആ സ്ത്രീ ചോദിക്കുന്നത്, നീ ആരാ സത്യവതിയോ സത്യം പറയാൻ, അപ്പോൾ ഇനിയിപ്പോൾ കോടതിയിലൊന്നും നീ മൊഴി മാറ്റി പറഞ്ഞേക്കരുത്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടാനില്ല. രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് നമുക്കൊരു ഗുണം കിട്ടാനില്ല, അതുപോലെ തന്നെ ഇനിയിപ്പോൾ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമർശനങ്ങളും ആവും, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സഹായങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മകൾക്ക് ഇനിയൊരു സന്തോഷം വേണ്ടാന്നാണോ എന്ന് പറയുമ്പോൾ വീട്ടിനുള്ളിലിരുന്ന് സന്തോഷിക്കാലോ, പുറത്തിറങ്ങിയുള്ള സന്തോഷമൊന്നും വേണ്ട. അവൾ പുറത്തിറങ്ങി കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ നടന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങും, അവളിങ്ങനെ അവൾക്കൊരു പ്രശ്നമില്ല, കൂട്ടുകാരോടൊപ്പം തുള്ളിച്ചാടി നടക്കുകയാണെന്നൊക്കെ പറയാൻ തുടങ്ങും, അതുകൊണ്ട് അതൊന്നും വേണ്ട, വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ രോഹിത് ശരണ്യനെ ഉപദ്രവിച്ചിട്ടില്ല, കൂട്ടുകാരും ബാക്കി 3 പേരും കൂടെ ആ ചേട്ടനെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുവന്ന് എൻ്റെ മേലേക്ക് തള്ളിയിടുമായിരുന്നു, അപ്പോഴും എന്നെ ആ ചേട്ടനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരാണെങ്കിലും ആ ചേട്ടനെ അവിടെ ബാത്റൂമിൽ പൂട്ടിയിടുകയായിരുന്നു ചെയ്തത്, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തുറന്നു വിടുകയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അവനാണെങ്കിലും അതുപോലെ തന്നെ ജ്വല്ലറിയും അതൊക്കെയുള്ള ഒരാളുടെ മകനല്ലേ, പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടാക്കിയതാണ് ആ ജ്വല്ലറിയും എല്ലാം എന്നൊക്കെയാണ് കേട്ടോ സ്ത്രീ പറയുന്നത്, അതുകൊണ്ട് അവൻ്റെ പേരും കൂടെ ഇരുന്നോട്ടെ, നീ ഇനി അത് മാറ്റി പറയാനൊന്നും നിൽക്കണ്ട എന്നൊക്കെയാണ് കേട്ടോ ആ സ്ത്രീ ആണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കിട്ടാനുള്ള സഹായധനങ്ങളും എല്ലാം തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലാതാവും, അതുപോലെ തന്നെ ശരണേനോട് പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട, വീട്ടിനുള്ളിൽ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ അവരവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ അവർ പോകുന്ന സമയത്തും ശരണ്യ ഇതെല്ലാം കേട്ട് ആകെ ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിലും ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ പാർട്ടിയും സംഘടനയും ഒക്കെ പറയുന്നത് അവർക്ക് അത് കേട്ട് അനുസരിക്കാനല്ലേ നിവർത്തിയുള്ളൂ, അതുകൊണ്ട് തന്നെ അച്ഛനും ആകെ ഇങ്ങനെ ടെൻഷനാണ് കേട്ടോ ഇത്രയും ഈ സ്ത്രീ പറഞ്ഞതുകൊണ്ട് തന്നെ. അതുപോലെ അലീനെ ഇനി ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കേണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവൾ ആ വീട്ടിലെ വേലക്കാരിയാണ് എന്നൊക്കെ അച്ഛൻ പറയുന്ന സമയത്ത് അവൾ ആ വീട്ടിലെ വേലക്കാരിയാണല്ലോ, ശരണ്യനെ നേരത്തെ പരിചയമൊന്നുമില്ലല്ലോ, അപ്പോൾ അവളിവിടെ വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അവൾക്ക് അവൾ ഇങ്ങോട്ട് വന്നതിൻ്റെ പിന്നിൽ എന്തോ കൂടെ ലക്ഷ്യമുണ്ട്, കേസ് ഇവളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാനൊക്കെ ആയിരിക്കും, ഇവളെ സ്വാധീനിക്കാനായിരിക്കും അവൾ വരുന്നത് എന്നൊക്കെ പറയുമ്പോഴും ചേച്ചി എന്നോട് ഒന്നും ആവശ്യപ്പെട്ടില്ല എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശരണ്യയുടെ അച്ഛനും പറയുന്നുണ്ട് ആ കൊച്ചി ഇവളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ സ്ത്രീ അവളെ ഇനി അലീനേനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറ്റണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. പിന്നീട് ഗോവർദ്ധൻ ബാലചന്ദ്രനെ കാണാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീനയാണ് ചെന്ന് ഡോറ് തുറക്കുന്നത്. അപ്പോൾ ബാലേട്ടൻ ഇല്ലേന്ന് ചോദിക്കും, ആ അച്ഛൻ ഇവിടെ ഉണ്ട്, മുകളിലുണ്ട്, എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കേസിൻ്റെ കാര്യം സംസാരിക്കാനായിരിക്കും എന്ന് പറയേ, എന്ന് ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ മുകളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവർദ്ധനെ കാണുന്ന സമയത്ത് ഷേണായിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഷോപ്പിൽ എന്തോ കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതേന്ന് പറയൂ കേട്ടോ. പിന്നീട് രോഹിത്തിൻ്റെ കാര്യം പറയുകയാണ്, ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, രോഹിത് ഈ കേസിൽ നിരപരാധിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവനെ നമുക്ക് എങ്ങനെയും രക്ഷിച്ചെടുക്കണം, അപ്പോൾ അവളെ കൊണ്ട് പോലീസിനോട് പറയിപ്പിച്ചാൽ പോരെ എന്നൊക്കെ ഗോവർദ്ധൻ ചോദിക്കുന്ന സമയത്ത് പോലീസാണ് അവളോട് എൻ്റെ മകൻ്റെ പേരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ CIക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഷോപ്പിൽ എന്തോ മോഷണമൊക്കെ നടന്ന സമയത്തും അയാൾ കൂടുതൽ കൈക്കൂലിയൊക്കെ എങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, അത് നമ്മൾ കൊടുത്തില്ലല്ലോ, അപ്പോൾ അങ്ങനെ 1-2 പ്രശ്നം ഉണ്ടായിട്ടുണ്ട് CIയുമായിട്ട്. അപ്പോൾ അതൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരണം, അതുപോലെ തന്നെ എല്ലാവരെയും അറിയിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അലീനയോട് മാത്രമല്ലേ ശരണ്യ സത്യം പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഇനിയിപ്പോൾ അവൾ കോടതിയിലും എല്ലാവരോടും പറയണം, അതുപോലെ തന്നെ പത്രസമ്മേളനം കൂട്ടിയിട്ട് എല്ലാവരെയും അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അവർ ഒരാഴ്ചത്തോളം ഈ കാര്യം പറഞ്ഞ് കുട്ടി ഘോഷിച്ചതാണല്ലോ, അതുകൊണ്ട് സത്യം പുറത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ അലീന എന്താ പറയുന്നതെന്ന് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത്, അപ്പോൾ ചെയ്യണം എന്നാണ് കേട്ടോ ഗോവർദ്ധനും പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നത് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരണ്യ ഇനിയിപ്പോൾ അവളോട് മാത്രമല്ലേ സത്യം തുറന്നു പറഞ്ഞിട്ടുള്ളൂ, ഇനിയിപ്പോൾ അവൾ കോടതിയിലൊന്നും അത് പറഞ്ഞില്ലെങ്കിലോ എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നിങ്ങളായിട്ട് കള്ളം പറഞ്ഞ് ഇല്ലാതാക്കരുത് എന്നൊക്കെ നമുക്ക് അവരോട് പറയാം, അവളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് സമ്മർദ്ദം ചെലുത്താമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പുറത്ത് കൊണ്ടുവരുമെന്ന് അറിയില്ല, അപ്പോൾ അത് എങ്ങനെയാണെന്ന് ആലോചിക്കാൻ കൂടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്നൊക്കെ ഗോവർദ്ധനോടും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്